പാലക്കാട് ഹോട്ടലിൽ മോഷണത്തിനിടെ ബീഫ് ചൂടാക്കി കഴിച്ച മോഷ്ടാവ് പിടിയിൽ. തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശി അനീഷ് എന്ന ശിവകുമാറാണ് പിടിയിലായത്. ഹോട്ടലിൽ നിന്നും ഇയാൾ 25,000 രൂപയും മോഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ മാസം 22-ന് പാലക്കാട് ചന്ദ്രനഗറിലെ ഹോട്ടലിലാണ് സംഭവം. കള്ളൻ രാത്രിയോടെ ഹോട്ടലിൽ പ്രവേശിക്കുകയും വിശപ്പ് സഹിക്കാതെ വന്നപ്പോൾ ഹോട്ടലിൽ നിന്നും മുട്ടയെടുത്ത് ഓംലറ്റ് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുന്നു. പിന്നാലെ വീണ്ടും അടുക്കള ഭാഗത്തേക്ക് കയറി ഫ്രിഡ്ജിൽ നിന്നും ബീഫ് എടുത്ത് ചൂടാക്കി കഴിക്കുന്നു. ഇതിനിടയിലാണ് അടുക്കള ഭാഗത്തുള്ള CCTV കള്ളന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ അടുക്കള ഭാഗം വഴി ഇയാൾ ഇറങ്ങി ഓടുകയും ചെയ്യുന്നു. ഇതിനിടെയാണ് ഹോട്ടലിൽ മോഷണം നടത്തിയത്. ക്ഷേത്രത്തിലേക്ക് സംഭാവന സ്വീകരിക്കാൻ ഹോട്ടലിൽ സ്ഥാപിച്ചിരുന്ന പെട്ടിയിൽ നിന്നുള്ള പണവും ഹോട്ടൽ ഉടമയുടെ പേഴ്സും കൈക്കലാക്കിയാണ് പ്രതി സ്ഥലം വിട്ടത്. 25,000 രൂപയാണ് നഷ്ടമായത്. പിറ്റേന്ന് രാവിലെ കടയുടമയും ജീവനക്കാരും ഹോട്ടലിലെത്തിയപ്പോൾ ബീഫ് ഫ്രിഡ്ജിന് പുറത്തിരിക്കുന്നത് കണ്ടതോടെയാണ് മോഷണ വിവരം അറിയുന്നത്. ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. കസബ പോലീസ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശി അനീഷ് എന്ന ശിവകുമാർ പിടിയിലായത്. ഊർജിതമായ അന്വേഷണം നടത്തി വരവെയാണ് SI ഹർഷാദ് ഇന്നലെ ഇയാളെ തൃശ്ശൂരിൽ വെച്ച് ഒരു കണ്ടെത്തുകയായിരുന്നു. അന്വേഷണ ഭാഗത്ത് നമ്മൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോകും. ഈ ശരിക്കും ഇയാൾ മോട്ടീവ് എന്താണ്? ഇയാൾ വാണ്ടറിങ്ങാണ്. ഇയാൾ നടന്നിങ്ങനെ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോയി. പ്രത്യേകിച്ച് മാർത്താണ്ഡത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ കന്യാകുമാരിയിലെ മാർത്താണ്ഡത്ത് ഇയാൾ പോകാറില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അച്ഛനും അമ്മയൊന്നുമില്ല. അപ്പോൾ ഓരോ ഭാഗത്തേക്ക് നടന്നു പോവുക, അവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ എടുക്കുക, അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. ആക്രി വൃത്തി നടക്കുന്ന ആളായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. കസബ SI H ഹർഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തൃശൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.